വാദം പറഞ്ഞു, മറ്റേയാളെ ഉപദ്രവിച്ചു, മറ്റേയാളുടെ സമ്പത്ത് അന്യായമായി അപഹരിച്ചു, മറ്റേയാളെ കൊന്നു, മറ്റേയാളോട് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള ചില തിന്മകളൊക്കെ ഇയാൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹ് എന്താ ചെയ്യാന്നറിയോ? നാളെ പരലോകത്ത് അള്ളാഹിന്റെ മുന്നിലങ്ങ് എത്തിക്കഴിഞ്ഞാൽ പടച്ചോന്റെ തിരുമുറ്റത്ത് വെച്ചിട്ട് അള്ളാഹ് എന്താ ചെയ്യാന്നറിയോ? നമ്മുടെ അക്രമത്തിനിരയായവരെ മുഴുവനും നമ്മുടെ മുമ്പിൽ ഹാജരാക്കും. നമ്മൾ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത ആള്, നമ്മൾ അന്യായമായി പണം അപഹരിച്ച ആള്, അതേപോലെ തന്നെ നമ്മൾ ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ, നമ്മുടെ അക്രമത്തിന് വിധേയരായവരായി ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? എന്നിട്ട് അള്ളാഹ് എന്താ ചെയ്യാന്നറിയോ? എന്റെ നിസ്കാരം എടുത്തിട്ട് ഓനിക്ക് കൊടുക്കും, എന്റെ നോമ്പ് എടുത്തിട്ട് മറ്റൊന്ന് കൊടുക്കും, എന്റെ സക്കാത്ത് എടുത്തിട്ട് മറ്റൊന്ന് കൊടുക്കും. എന്റെ അക്രമത്തിനിരയായവർക്ക് എന്റെ നന്മകൾ മുഴുവനും വീതിച്ചു കൊടുക്കുന്നു. വീതിച്ചു കൊടുക്കുന്നതിന്റെ ഇടയിൽ എന്റെ നന്മകൾ അങ്ങോട്ട് തീർന്നുപോയി. എന്താ പിന്നെ ചെയ്യാന്നറിയോ? ഇനി എത്ര ആൾക്ക് എനിക്ക് കൊടുക്കാനുണ്ട്? അവരുടെ പാപങ്ങൾ മുഴുവൻ എടുത്തിട്ട് എന്റെ തലേക്ക് അങ്ങോട്ട് ഇട്ടുതരും. എന്നിട്ട് എന്നെ നേരെ സുമ്മത്തുരി ഹഫിന്നാർ, നരകത്തിലേക്ക് വലിച്ചെറിയും. സുബ്ഹാനല്ലാഹ്. സൂക്ഷിക്കണം. നമ്മൾ ഗീബത്ത് പറയുന്നത് സൂക്ഷിക്കണം, നമീമത്ത് പറയുന്നത് സൂക്ഷിക്കണം, കളവ് പറയുന്നത് സൂക്ഷിക്കണം, ആളുകളെ പറ്റി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പറയുന്നത് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ബർസഖിയായ ലോകത്ത് തന്നെ അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെ നോക്കൂ, റസൂലുള്ളാഹി പറയാ, റസൂലുള്ളാഹി വീണ്ടും വിശദീകരിക്കുക, സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുക. എന്നോട് മലക്കുകൾ മുന്നോട്ട് നടക്കാൻ പറഞ്ഞ് ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. മുന്നോട്ട് നടന്നപ്പോൾ ഒരു വിശാലമായ സ്ഥലം, വിശാലമായൊരു സ്ഥലം, ആ സ്ഥലത്ത് ഒരു മനുഷ്യനെ നിലത്ത് കിടത്തിയിട്ടുണ്ട്. മറ്റൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു വലിയ പാറക്കല്ലുമായി അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഈ നിൽക്കുന്ന മനുഷ്യൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ പാറക്കല്ല് വിവസ്ത്രനാക്കി കിടത്തപ്പെട്ട മനുഷ്യന്റെ തലയിലേക്ക് ഈ കല്ലിടുക. കല്ലിടുന്നതോടുകൂടി ആ മനുഷ്യന്റെ തലച്ചോറ് ചിന്നി ചിതറുന്നു, കണ്ണ് രണ്ട് ഭാഗത്തേക്ക് തെറിച്ചു പോകുന്നു, നാവ് പുറത്തേക്ക് തുറുത്തി വരുന്നു. ഇത് കണ്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു പോയി, മൻ ഹൗലാ, ഇവരാരാണ് റസൂലേ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, യനാമു അനിസ്വലാത്തിൽ മക്തൂബാ, ഫർദ് നിസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങുന്നവരാ, സുബഹിയുടെ സമയത്ത് പള്ളിയിൽ പോകാതെ കിടന്നുറങ്ങുന്നവരാ, ജമാഅത്തിന്റെ സമയത്ത് പള്ളിയിൽ പോകാതെ കിടന്നുറങ്ങുന്നവരാ, നിസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങുന്നവരാ. അള്ളാന്റെ റസൂല് പറയാ, നിസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങുന്നവർ. സത്യം, ആത്മാർത്ഥതമായി ഞാൻ നിങ്ങളോട് ചോദിക്കണം, വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ, നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർ സുബഹി ജമാഅത്തിന് പള്ളിയിൽ പോകാറുണ്ട്? നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർ സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ പോയിരുന്നു? നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ടൊന്ന് ആലോചിക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എത്ര വാലുകൾ നമ്മൾ കേട്ടു, എത്ര പ്രസംഗങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു, എത്ര ഉത്ബോധനങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. എന്നിട്ടും ഒന്ന് പള്ളിയിൽ ചെന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കണമെന്നറിയാതെ, പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാതെ മാറി നിൽക്കുന്നവരെ നാളെ ബർസഖിയായ ലോകത്ത് നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മാത്രല്ല കേട്ടോ, നിസ്കരിക്കാത്തവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയോ? അവൻ മരിക്കുമ്പം തന്നെ അവന് ഖേദം പ്രകടിപ്പിക്കുന്നതാണ്. മരിക്കുമ്പം തന്നെ അവൻ ഖേദം പ്രകടിപ്പിക്കുന്ന നിസ്കരിക്കാത്തവന്റെ അവസ്ഥ. ഖുർആൻ പറയാ, മനുഷ്യന്റെ ആത്മാവിനെ വന്നിങ്ങോട്ട് പിടിക്കുക മലക്ക്. അപ്പൊ നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യുന്നറിയോ? ഉള്ളിലേക്ക് വലിഞ്ഞു പോകും. പുറത്തും മുഖത്തും അടിച്ചിട്ട് ആത്മാവിനെ പിടിച്ചു വലിക്കുകയാണ് മലക്ക്. ആ സമയത്ത് പിടിച്ചു വലിക്കുമ്പോൾ വേദന സഹിക്ക വയ്യാതെ നമ്മുടെ കാലിട്ട് ഇങ്ങനെ അടിക്കും. ഇരു കാലുകളും ഇങ്ങനെ കൂട്ടിപ്പഴക്കുന്ന ദിവസമുണ്ട്. അങ്ങനെ ഒരു സമയം വരാനുണ്ട്. ആ സമയത്ത് നമ്മൾ പറയുന്നു,
വലന്ന അന്നഹുൽ ഫിറാഖ്, ഇനി എനിക്ക് മടക്കമില്ല, ഇനി എനിക്ക് മടക്കമില്ല, ഇതെന്റെ അവസാനത്തെ യാത്രയാ. എന്റെ ഉമ്മയുമായുള്ള വിട പറയൽ, എന്റെ മാതാപിതാക്കളുമായുള്ള വിട പറയൽ, എന്റെ മക്കളുമായുള്ള വിട പറയൽ, ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്നൊരു മനുഷ്യനങ്ങ് മനസ്സിലാകുമ്പോ അവനതാ അവിടെ വെച്ച് പറയുന്നു, സുബ്ഹാനല്ലാഹ് ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാ. ഞാൻ നിസ്കരിച്ചില്ലല്ലോ, ഞാൻ നോമ്പെടുത്തില്ലല്ലോ, ഞാൻ അല്ലാഹ് പറഞ്ഞ കാര്യങ്ങൾ സത്യപ്പെടുത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന രംഗമാ മരണത്തിന്റെ രംഗം. ആത്മാവിനെ പിടിക്കുമ്പോ നമ്മൾ പറയാ പടച്ചവനോട് ഒരു കുറച്ചേരം നീട്ടിത്തരുമോ? ഇല്ല എന്നുള്ള പറയും. അവസാനം നമുക്ക് ഉറപ്പായി മരിക്കും എന്നെ